ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വെറൈറ്റി ചപ്പാത്തിയാണ്. ഇതിനകത്തിൽ ഞാൻ ഈ കാണിക്കുന്ന പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരറിയില്ല. പലരോട് ചോദിച്ചിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സാമ്പാർ ചീരയാണ്. ഇത് പാലക്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലയാണ്. ഇത് രണ്ടും നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. ഒരു പച്ചമുളക് കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും ഗാർലിക്കും കൂടെ നല്ലതായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ അജ്വ, അതായത് അയമോദകം, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയില്, 2 കപ്പ് ഗോതമ്പ് പൊടി. ഇത്രയുമാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. പിന്നെ ഈ ഇലകൾ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. സാമ്പാർ ചീരയും അതുപോലെ തന്നെ പൊടിയായിട്ട് തന്നെ അരിയണം. പിന്നെ മറ്റേ ആലില പോലത്തെ ഇലയും നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതിനകത്തിലേക്ക് പച്ചമുളക് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ തൈര് എടുത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു. പിന്നെ അയമോദകം ഇട്ട് കൊടുത്തു. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ജീരകം ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ്. ചെറിയ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ ഒരു 4 സ്പൂണ് ഉണ്ട്. പിന്നെ ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ലവണ്ണം ഞെരടി അതങ്ങ് കുഴച്ചെടുത്തു. ഇത് ഏകദേശം ഈ പരുവത്തിൽ തന്നെ ഇരിക്കണം. ഇതിനകത്തിലേക്ക് കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് നനച്ച് കുഴച്ചെടുത്തു. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് എനിക്കതിന് വേണ്ടി വന്നത്. ഏകദേശം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇച്ചിരി നേരം ഇരിക്കണം. ഇച്ചിരി നേരം ഇരിക്കാൻ എനിക്ക് സമയമില്ല. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായി. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, അതുപോലെ എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ അളന്ന് കാണിച്ചത് കണ്ടു കാണുമല്ലോ. അത് 1/2 കപ്പ്, കറക്റ്റായിട്ട് 1/2 കപ്പ് തന്നെയായിരുന്നു വെള്ളം വേണ്ടി വന്നത്. ഇപ്പോൾ ഇത് എല്ലാം ബോൾസ് ആക്കി കഴിഞ്ഞു ഞാൻ. ഇനി ഇതൊന്ന് പരത്തി ചുട്ടാൽ മാത്രം മതി. അപ്പം ബോൾസ് ആക്കിയിട്ട് ഞാൻ പരത്തി എടുക്കുകയാണ്. തീരെ കനം കുറച്ച് തന്നെ ഞാനത് പരത്തിയെടുത്തു എല്ലാം. എന്നിട്ടത് ചുട്ടെടുത്തു. സ്പീഡിലാണ്, കുട്ടികൾ വരാൻ സമയമായതുകൊണ്ട് അധികം ഷേപ്പൊന്നും നോക്കുന്നില്ല. വേഗം പരത്തിയെടുക്കുകയാണ്. അവരെ വിളിക്കാൻ പോകണം എനിക്ക്. ഇപ്പം ഞാനത് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ഓരോ പരത്തിയതും ഇട്ട് കൊടുത്തു. തിരിച്ചും മറിച്ചും ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് അത് ചുട്ടെടുക്കണം. നല്ലവണ്ണം പൊള്ളി വരുന്നുണ്ട്. ഒരു സൈഡ് നെയ്യ് പുരട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ സൈഡ് ഞാൻ പാത്രത്തിലിട്ടതിന് ശേഷം മാത്രമേ ഇടത്തുള്ളൂ. ഹോട്ട് കേസിനകത്തിൽ ഇട്ടിട്ട് നെയ്യ് പുരട്ടി കൊടുത്തു പുറത്ത് സൈഡ്. എന്നിട്ട് ഓരോന്നും വേഗം ചുട്ടെടുത്തു.
ഒരുവിധം നന്നായി ചുട്ടെടുക്കാൻ പറ്റി എനിക്ക്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ വെറൈറ്റി ചപ്പാത്തി റെഡിയായി കഴിഞ്ഞു. ഓക്കെ, നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു. താങ്ക് യു സോ മച്ച്.